അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുന്നത് ഇറാനെയാണെങ്കിലും ഈ നാശനഷ്ടത്തിൻ്റെ ഒരു 90% നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. ഈ അടിക്കാനിറങ്ങിയവരുടെ കൂട്ടത്തിൽ ആകെ ശരീരം വേദനിക്കുന്നത് ഇസ്രയേലിൻ്റെ മാത്രമാണ്. പക്ഷേ ഇറാനെ അടിക്കും തോറും ഇറാൻ ഇവരെ തീറ്റിപ്പോറ്റുന്നവർ എന്ന മാനദണ്ഡത്തിൽ മിഡിൽ ഈസ്റ്റിൽ അടിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ സമ്പദ്ഘടനയൊക്കെ ആടി ഉലയുകയാണ് പലതരത്തിൽ. ഇറാൻ ഒരു 15 വർഷം പുറകേക്ക് പോയെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഒരു 5 വർഷമെങ്കിലും പിന്നോട്ട് തള്ളിയിട്ടുണ്ടാവും ഈ അക്രമത്തിൽ. ഈ അക്രമത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു എന്ന പേരിലാണ് ഇറാൻ മിഡിൽ ഈസ്റ്റിനെ ആക്രമിക്കുന്നത്. അതിലെ ഏറ്റവും നിർണായകമായ ഒരു നഷ്ടം കഴിഞ്ഞ ദിവസം ഖത്തർ എനർജി പ്രഖ്യാപിച്ചതാണ്. ഖത്തർ എനർജി ഫോഴ്സ് മെജറായി, അതായത് ഏകപക്ഷീയമായി 4 രാജ്യങ്ങൾക്ക് LNG സപ്ലൈ ചെയ്യാനുള്ള കരാർ റദ്ദാക്കി. LNG കരാർ റദ്ദാക്കാനുള്ള കാരണം നമുക്കറിയാവുന്നതുപോലെ ഇറാൻ്റെ ഗ്യാസ് ഫീൽഡിൽ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ തിരിച്ച് ഇറാൻ അടിച്ചത് ഖത്തറിൻ്റെ ഗ്യാസ് ഫീൽഡിലാണ്, ടെർമിനലിലാണ്. അങ്ങനെ ഖത്തറിൻ്റെ ടെർമിനലിൽ അടിച്ചതോടുകൂടി ഇറ്റലി, ബെൽജിയം, സൗത്ത് കൊറിയ, ചൈന ഇത്രയും രാജ്യങ്ങൾക്ക് നൽകിപ്പോരുന്ന LNGയുടെ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ഖത്തർ പിന്മാറി. കാരണം ഖത്തറിന് ആ സപ്ലൈ ചെയ്യാൻ കഴിയില്ല. സപ്ലൈ ചെയ്ത് ആ സ്ഥിതിഗതികൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കും എന്നാണ് പറയുന്നത്. കാരണം LNGയുടെയും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ വളരെ സങ്കീർണമാണ്. നമ്മുടെ വീട്ടിലെ ഒരു ടാപ്പ് മാറുന്നത് പോലെ ഒരു അക്രമത്തിന് ശേഷം മാറൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന കനത്ത നഷ്ടം ചെറുതല്ല. പിന്നെ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനെല്ലാം വേണ്ടി ചിലവാക്കുന്നത് മുഴുവൻ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അത്തരം കാര്യങ്ങളെല്ലാം അതിൻ്റെ സമ്പദ്ഘടനയെ ബാധിക്കും. മൂന്നാമതായി നഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സർവ്വസുഖ സമൃദ്ധമാണ്, ഒരു പ്രശ്നങ്ങളുമില്ലാത്ത നാടാണ്, ഏത് ഇൻവെസ്റ്റ്മെൻറ്റിന് യോഗ്യമാണ് എന്ന ഒരു ഈ സംരംഭകനും മൂലധനം ഇറക്കുന്നവനും നൽകുന്ന ഒരു ഉറച്ച വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തിന് കോട്ടം തട്ടി ഇറാൻ്റെ ആക്രമണത്തോടുകൂടി. എല്ലാ മേഖലയും പോലെ ഇതും ആക്രമണ സാധ്യമായ മേഖലയാണ് എന്ന് ലോകത്തിന് കണ്ടു. യൂറോപ്പുകാർ ഒരുപാട് പേർ സ്ഥലം വിട്ടു എന്നാണ് കേൾക്കുന്നത്. കാരണം അവിടെ പന്തിയല്ലെന്ന തിരിച്ചറിവിൽ. ഭരണകൂടം ആരുടെ കൂടെ നിന്നാലും ജനങ്ങളുടെ മനസ്സിൽ ആ ഇറാനുമേൽ നടത്തുന്ന അക്രമത്തോടൊപ്പം അവരില്ല എന്ന തോന്നലിൽ. അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ ശ്രദ്ധേയമായ നഷ്ടമാണ് ഈ ഖത്തറിന് സംഭവിച്ചത് എന്നുള്ളതാണ്. ഖത്തർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ബഹ്റൈനാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ബഹ്റൈൻ്റെയും പല സ്ഥലങ്ങളും ആക്രമിച്ചു. അതെല്ലാം ഇറാൻ അതിൻ്റെ ഒരു തീരുമാനമെടുത്തത് എത്രമേൽ അഫക്ഷനേറ്റ് ആണോ അമേരിക്കയോടും ഇസ്രയേലിനോടും, ആ അഫക്ഷനേറ്റ് ഫീലിങ്ങിനനുസരിച്ചാണ് അവർ ആക്രമണം നടത്തിയത്. മധ്യസ്ഥനായി ഇതിനെ വിയോജിച്ച ഒമാനെ ഒറ്റപ്പെട്ട ചില സംഗതികൾ തങ്ങളല്ലെന്ന് നിഷേധിച്ച ഇറാൻ നിഷേധിച്ച ചില സംഗതികൾ ഒഴിച്ചാൽ ഒമാനുമേൽ കനത്ത ആക്രമണമൊന്നും ഉണ്ടായതുമില്ല. ഏതായാലും മിഡിൽ ഈസ്റ്റിൻ്റെ നഷ്ടം കനത്ത നഷ്ടം തന്നെയാണ്. ഖത്തർ എനർജി പ്രഖ്യാപിച്ച ഈ കരാർ റദ്ദാക്കൽ $100 കോടി ആ രാജ്യത്തിന് നഷ്ടമായി തീരുന്നത്.